വള്ളുവനാടിൻ്റെ കാർഷിക സമൃദ്ധിയാൽ അനുഗ്രഹീതമായ ചോറോട്ടൂർ ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ തലയുയർത്തി നിൽക്കുന്ന അപൂർവ പുണ്യസങ്കേതമാണ് ചോറോട്ടൂർ തിരുനാരായണപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ഗ്രാമീണ തനിമയും ഒരുപോലെ സംഗമിക്കുന്ന ഈ ക്ഷേത്രം പ്രദേശത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ ചൈതന്യ കേന്ദ്രമാണ്. ചോറോട്ടൂർ പരുത്തിപ്രമനയുടെ ഊരാൺമയിലാണ് ഈ പുരാതന ക്ഷേത്രം ഇന്നും പവിത്രതയോടെ നിലകൊള്ളുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിരവധി പ്രത്യേകതകളും ആചാരക്കൂട്ടങ്ങളും ഈ സന്നിധിയെ ഏറെ സവിശേഷമാക്കുന്നു. പരമ്പരാഗത കേരളീയ വാസ്തുശില്പകലാ വിധിപ്രകാരം നിർമ്മിച്ച മനോഹരമായ വട്ടശ്രീകോവിലാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ചതുർബാഹു രൂപത്തിൽ 4 കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തിയ രൂപം ഭക്തർക്ക് അഭയമേകി ഗ്രാമദേവനായ ശ്രീരാമചന്ദ്രൻ ഇവിടെ തിരുനാരായണപുരത്തപ്പനായി കുടികൊള്ളുന്നു. ഭഗവാന്റെ ദിവ്യ സാന്നിധ്യം ഈ ഗ്രാമത്തെ മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളോടെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രമതിൽക്കെട്ടിനകത്തുള്ള ഗണപതി കോവിലും സവിശേഷമായ നാഗസാന്നിധ്യവും ഭക്തരുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും നീക്കി അനുഗ്രഹം ചൊരിയുന്നതോടൊപ്പം സന്താനലബ്ധിക്കും ഏറെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവനത്തിന് പിന്നിൽ വിസ്മയകരമായ ഒരു ചരിത്രമുണ്ട്. വർഷങ്ങളോളം അടഞ്ഞുകിടന്ന നാശോന്മുഖമായിരുന്ന ഈ പുണ്യക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് നാട്ടിലെ ഒരു ചെറുപ്പക്കാരനായ ഗുരുവായൂരപ്പ ഭക്തനാണ്. ചോറോട്ടൂർ വേങ്ങശ്ശേരി ശ്രീകൃഷ്ണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രസിഡന്റായ വേങ്ങശ്ശേരി മഠം മനോജ് എന്ന യുവഭക്തനാണ് ഇതിനു പിന്നിലെ നിയോഗം പേറിയത്. ചോറോട്ടൂർ വേങ്ങശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ജീർണിച്ചു കിടക്കുന്ന ക്ഷേത്രത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യണമെന്ന ശക്തമായ തോന്നൽ അദ്ദേഹത്തിനുണ്ടായത്. തുടർന്ന് തിരുനാരായണപുരം ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട അദ്ദേഹം ആദ്യത്തെ 1 കൊല്ലത്തോളം വേങ്ങശ്ശേരി ശ്രീകൃഷ്ണ അമ്പലത്തിൽ നിന്നും നിത്യേന പാൽപ്പായസം കൊണ്ടുപോയാണ് ഇവിടെ നിവേദിച്ചിരുന്നത്. ഭഗവാന്റെ ദിവ്യമായ ഇടപെടലും ഈ ഭക്തന്റെ സമർപ്പണവും കൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം വീണ്ടും സജീവമായത്. ഭക്തരുടെ മനസ്സിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സാധിപ്പിച്ചു കൊടുക്കുന്നതിൽ അതീവ പ്രധാനമാണ് ഇവിടുത്തെ വഴിപാടുകൾ. കളഭാഭിഷേകം, പാലഭിഷേകം, പാൽപ്പായസം, നെയ്വിളക്ക്, താമരമാല, മഞ്ഞപ്പട്ട്, തുളസിമാല, കദളിപ്പഴം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇതിൽ തന്നെ നെയ്ക്കിണ്ടി സമർപ്പണം ഈ ക്ഷേത്രത്തിൽ മാത്രം പ്രത്യേകതയാണ്. പൂർവജന്മപാപങ്ങൾ അകലാനും ജീവിതത്തിലെ വലിയ ദോഷങ്ങൾ മാറാനും നെയ്ക്കിണ്ടി സമർപ്പണം നടത്തുന്നത് അതിവിശേഷമാണെന്ന് ഭക്തരുടെ ദൃഢമായ വിശ്വാസം. കൂടാതെ മാറാരോഗങ്ങളുടെ ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് ശ്രീരാമ സന്നിധിയിൽ നിന്നും പ്രാർത്ഥിച്ച് പരുത്തിപ്രമനയിലെ മരുന്നു സേവിച്ചാൽ അസുഖങ്ങൾ വിട്ടുമാറുമെന്നാണ് ഭക്തരുടെ ദൃഢമായ വിശ്വാസം. ആധുനിക വൈദ്യശാസ്ത്രത്തിനൊപ്പം ദൈവിക കാരുണ്യവും തേടിയെത്തുന്ന രോഗികൾക്ക് ഇതൊരു ജീവന്റെ തുരുത്തായി മാറുകയാണ്. ചോറോട്ടൂർ തിരുനാരായണപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനം അവിടുത്തെ പുണർദ പൂജയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമായ പുണർദം നാളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില സന്നിധികളിലൊന്നാണ് ഈ പുണ്യക്ഷേത്രം. വള്ളുവനാടിൻ്റെ മണ്ണിൽ മറ്റെവിടെയുമില്ലാത്ത രീതിയിൽ അതീവ ഭക്തിപൂർവ്വം ആചരിക്കുന്ന പുണർദം പൂജ തൊഴുന്നത് കുടുംബത്തിൽ സമാധാനവും സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ജന്മദിനമായ ഈ സുദിനത്തിൽ വിശേഷാൽ ചടങ്ങുകളോടെ എത്തുന്ന ഭക്തർക്ക് ശ്രീരാമകൃപ സമ്പൂർണമായി അനുഭവവേദ്യമാകുന്നു. ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന നാരായണ നാമാർച്ചനയും പുണർദം പൂജയും ഭഗവാൻ ഭക്തന് സ്വപ്നദർശനത്തിലൂടെ വെളിപ്പെടുത്തി നൽകിയതും നടത്താൻ ആവശ്യപ്പെട്ടതും എന്നത് ഇവിടുത്തെ മറ്റൊരു അത്ഭുത സത്യമാണ്. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് പുണർദം നാളിൽ വിശേഷാൽ പൂജകളിൽ പങ്കുകൊള്ളാനായി ഇവിടെ എത്തിച്ചേരുന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ വിളക്ക് പൂജയും ഏറെ പ്രശസ്തവും ഫലസിദ്ധി കൊണ്ട് അനുഗ്രഹീതവുമാണ്. കാര്യസാധ്യത്തിനായി നാരായണ നാമാർച്ചനയോടുകൂടി നടത്തുന്ന ഈ വിശേഷാൽ വിളക്ക് പൂജയിൽ സന്നിഹിതരായി വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ മനസ്സിലുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്തൊക്കെയോ അവയെല്ലാം യാഥാർത്ഥ്യമാകുമെന്നാണ്
അനുഭവിച്ചറിഞ്ഞവർ സാക്ഷ്യപ്പെടുത്തുന്നത്. തിളങ്ങുന്ന ദീപക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ പൂജ ക്ഷേത്രമുറ്റത്തെ അസാധാരണമായ ഒരു ആത്മീയ ചൈതന്യത്താൽ സമ്പന്നമാകുന്നു. ആണ്ടറുതികളിലെ വിശേഷാൽ പൂജകളും ആഘോഷങ്ങളും ഈ ക്ഷേത്രത്തെ സജീവമാക്കുന്നുണ്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സപ്തശുദ്ധി, കളഭാഭിഷേകം, പുണർദം പൂജ, പാനകം, ശ്രീരാമനവമി മഹോത്സവം, സപ്താഹം, 7 ദിവസങ്ങളിലായി നടക്കുന്ന രാമായണ വിചാരണ, വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആയില്യം പൂജ എന്നിവ ഇവിടെ വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. കുടുംബ ഐക്യത്തിനും സമാധാനത്തിനുമായി രാമായണ വിചാരണ വഴിപാടായി കഴിക്കുന്നതും ഇവിടുത്തെ സവിശേഷതയാണ്. പൗർണമി നാളുകളിൽ നടക്കുന്ന ഹനുമാൻ പൂജയും ബ്രഹ്മരക്ഷസിന് മുന്നിലെ വിളക്കുപൂജയും ഭക്തർക്ക് പ്രത്യേക ഊർജം പകരുന്നു. ഭാരതപ്പുഴയുടെ കുളിർക്കാറ്റും കാർഷിക ഗ്രാമത്തിൻ്റെ ശാന്തതയും ഒരുപോലെ സംഗമിക്കുന്ന ചോറോട്ടൂർ തിരുനാരായണപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം മാനസിക ശാന്തിയും ആത്മീയ സാന്ത്വനവും തേടിയെത്തുന്ന ഏതൊരു തീർത്ഥാടകനും ഒരിക്കലെങ്കിലും ദർശിച്ചിരിക്കേണ്ട അനുഗ്രഹീത പുണ്യഭൂമിയാണ്. കുളപ്പുള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ നിന്നും ഈസ്റ്റ് മനുശ്ശേരിയിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരാം. ഒരു ഭക്തൻ്റെ ദൃഢനിശ്ചയത്തിലൂടെയും ഭഗവാന്റെ കാരുണ്യത്താലും വീണ്ടെടുക്കപ്പെട്ട ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ആരുടെയും ദുഃഖങ്ങൾ ശമിക്കുമെന്നും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരുമെന്നും നിസ്സംശയം നമുക്ക് പറയാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇവിടെ പരുത്തിപ്പറ മന എന്ന് പറയുന്ന പരുത്തിപ്പറ മനക്കാരുടെ ക്ഷേത്രമാണ്. അവരുടെ കുടുംബക്ഷേത്രം തന്നെയാണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ക്ഷേത്രം അങ്ങനെ ജീർണിച്ച് കിടക്കുന്നതായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ശാന്തി കാര്യങ്ങളോ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് മനക്കിന്ന് ആരെങ്കിലും ഇവിടെ വരും. അവർ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പായസം വെക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ പായസം വെച്ച് ഞങ്ങൾക്ക് നേതിച്ച് തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കാലം സ്ഥിരമായിട്ട് നട തുറക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. 2010 കാലഘട്ടത്തിൽ 1-2 വർഷമൊക്കെ സ്ഥിരമായിട്ട് 2 നേരം നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. വീണ്ടും അത് കുറച്ച് കാലം വീണ്ടും ഇങ്ങനെ പഴയ പോലെ തന്നെ ആയി. ഇപ്പോഴത്തെ ഒരു 4 വർഷമായിട്ട് ഇങ്ങനെ മാസം തോറും ഇവിടെ പൂജ, പുണർദം പൂജ എന്നുള്ള രീതിയിൽ പുണർദം നാൾക്ക് ഇവിടെ നട തുറന്ന് പൂജ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കിടക മാസമായിട്ടിപ്പോൾ എല്ലാ ദിവസവും തുറക്കുന്നുണ്ട്. സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട.